ജെറേമിയ അധ്യായം 36. യോസിയായുടെ പുത്രനും യൂദാ രാജാവുമായ യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 4-ാം വർഷം കർത്താവ് ജെറമിയായോട് അരുളിച്ചെയ്തു. ഞാൻ നിന്നോട് ആദ്യം സംസാരിച്ച ജോസിയായുടെ കാലം മുതൽ ഇന്ന് വരെ ഇസ്രായേലിനെയും യൂദായെയും സകല ജനതകളെയും സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു പുസ്തക ചുരുളിൽ എഴുതുക. ഞാൻ വരുത്താൻ പോകുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് യൂദാഭവനം കേൾക്കുമ്പോൾ അവർ ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറിയേക്കാം. എങ്കിൽ അവരുടെ ദുഷ്കൃത്യങ്ങളും പാപവും ഞാൻ ക്ഷമിക്കും. ജെറമിയ നേരിയായുടെ മകൻ ബാറൂക്കിനെ വിളിച്ച് കർത്താവ് തന്നോട് അരുളിച്ചെയ്ത സകല വചനങ്ങളും പറഞ്ഞുകൊടുത്തു. ബാറൂക്ക് അത് ഒരു ചുരുളിൽ എഴുതി. അനന്തരം ജെറമിയ ബാറൂക്കിനോട് പറഞ്ഞു, കർത്താവിൻ്റെ ആലയത്തിൽ പോകുന്നതിൽ നിന്ന് ഞാൻ തടയപ്പെട്ടിരിക്കുന്നു. ആകയാൽ നീ കർത്താവിൻ്റെ ആലയത്തിൽ ചെന്ന് ഞാൻ പറഞ്ഞ പ്രകാരം എഴുതിയ ചുരുളിൽ നിന്ന് ഉപവാസ ദിവസം എല്ലാ ജനങ്ങളും കേൾക്കെ കർത്താവിൻ്റെ വചനം വായിക്കണം. പട്ടണങ്ങളിൽ നിന്ന് വരുന്ന എല്ലാവരും കേൾക്കെ വായിക്കണം. അവർ തങ്ങളുടെ യാതനകൾ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചെന്നും ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞെന്നും വരാം. എന്തെന്നാൽ ഈ ജനത്തിൻ്റെ മേൽ നിബന്ധിക്കുമെന്ന് കർത്താവ് പ്രഖ്യാപിച്ചിരിക്കുന്ന ക്രോധം വലുതാണ്. ജെറമിയ പ്രവാചകൻ കൽപ്പിച്ചതനുസരിച്ച് നേരിയായുടെ മകൻ ബാറൂക്ക് ചുരുളിൽ നിന്ന് കർത്താവിൻ്റെ വചനം ദേവാലയത്തിൽ വെച്ച് വായിച്ചു. ജോസിയായുടെ പുത്രനും യൂദാ രാജാവുമായ യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 5-ാം വർഷം 9-ാം മാസം ജെറൂസലമിലെ ജനത്തിനും യൂദായിലെ മറ്റ് നഗരങ്ങളിൽ നിന്ന് അവിടെ വന്ന ജനങ്ങൾക്കുമായി കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവാസം പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ ജെറമിയ പറഞ്ഞെഴുതിച്ച കർത്താവിൻ്റെ വചനങ്ങൾ ജനങ്ങളെല്ലാം കേൾക്കെ ദേവാലയത്തിൽ കാര്യവിചാരകനായ ഷാഫാൻ്റെ മകൻ ഗമാറിയയുടെ മുറിയിൽ വെച്ച് ബാറൂക്ക് ചുരുളിൽ നിന്ന് വായിച്ചു. ദേവാലയത്തിൻ്റെ പുതിയ വാതിലിന് സമീപം മുകളിലത്തെ അങ്കണത്തിലാണ് ഈ മുറി. കർത്താവിൻ്റെ വചനം ചുരുളിൽ നിന്ന് വായിക്കുന്നത് ഷാഫാൻ്റെ മകനായ ഗമാറിയയുടെ മകൻ മിക്കായ കേട്ടു. അനന്തരം അവൻ കൊട്ടാരത്തിൽ കാര്യവിചാരകൻ്റെ മുറിയിൽ വന്നു. പ്രഭുക്കന്മാർ എല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു. കാര്യവിചാരകനായ എലിഷാമ, ഷമായയുടെ പുത്രൻ ദലായ, അക്ബോറിൻ്റെ പുത്രൻ എൽനാഥാൻ, ഷാഫാൻ്റെ പുത്രൻ ഗമാറിയ, ഹനനിയായുടെ പുത്രൻ സെദക്കിയ തുടങ്ങിയ സകല പ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. ജനം കേൾക്കെ ബാറൂക്ക് ചുരുളിൽ നിന്ന് വായിച്ചപ്പോൾ താൻ കേട്ട കാര്യങ്ങളെല്ലാം മിക്കായ അവരോട് പറഞ്ഞു. ജനം കേൾക്കെ വായിച്ച ചുരുൾ എടുത്തുകൊണ്ട് വരിക എന്ന കൽപ്പനയുമായി പ്രഭുക്കന്മാർ ബാറൂക്കിൻ്റെ അടുക്കലേക്ക് കൂഷിയുടെ മകനായ ഷലേമിയായുടെ മകനായ നഥാനിയായുടെ മകൻ യഹൂദിയെ അയച്ചു. അതനുസരിച്ച് നേരിയായുടെ മകൻ ബാറൂക്ക് ചുരുളുമെടുത്ത് അവരുടെ അടുക്കൽ വന്നു. ഇരുന്ന് ഞങ്ങൾ കേൾക്കെ വായിക്കുക എന്ന് അവർ അവനോട് പറഞ്ഞു. അവൻ അവരെ വായിച്ചു കേൾപ്പിച്ചു. വായിച്ചു കേട്ടപ്പോൾ അവർ ഭയപ്പെട്ട് പരസ്പരം പറഞ്ഞു, ഇക്കാര്യങ്ങൾ രാജാവിനെ അറിയിക്കണം. അവർ ബാറൂക്കിനോട് ചോദിച്ചു, ഇവയെല്ലാം നീ എങ്ങനെ എഴുതിയെന്ന് ഞങ്ങളോട് പറയുക, ജെറമിയ പറഞ്ഞു തന്നതാണോ? ബാറൂക്ക് മറുപടി പറഞ്ഞു, അവൻ ഈ വചനങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ അവ മഷി കൊണ്ട് ചുരുളിൽ എഴുതി വച്ചു. അപ്പോൾ പ്രഭുക്കന്മാർ ബാറൂക്കിനോട് പറഞ്ഞു, നീയും ജെറമിയായും പോയി ഒളിക്കുക. നിങ്ങൾ എവിടെയാണെന്ന് ആരും അറിയരുത്. അവർ കാര്യവിചാരകനായ എലിഷാമയുടെ മുറിയിൽ ചുരുൾ വെച്ച ശേഷം രാജാവിൻ്റെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം അറിയിച്ചു. ചുരുൾ എടുത്തുകൊണ്ടുവരാൻ രാജാവ് യഹൂദിയെ അയച്ചു. അവൻ കാര്യവിചാരകൻ്റെ മുറിയിൽ നിന്ന് അതെടുത്തുകൊണ്ടുവന്ന് രാജാവും രാജസന്നദ്ധിയിൽ നിന്ന് പ്രഭുക്കന്മാരും കേൾക്കെ വായിച്ചു. അത് ആണ്ടിൻ്റെ 9-ാം മാസമായിരുന്നു. രാജാവ് ശീതകാല വസതിയിൽ നെരിപ്പോടിൻ്റെ മുൻപിൽ ഇരിക്കുകയായിരുന്നു. യഹൂദി ഓരോ ഭാഗവും വായിച്ചു കഴിയുമ്പോൾ
രാജാവ് അത് കത്തികൊണ്ട് മുറിച്ചെടുത്ത് നെരിപ്പോടിലെ തീയിലിടും. ചുരുൾ മുഴുവൻ തീരുന്നതുവരെ അങ്ങനെ ചെയ്തു. എങ്കിലും ഈ വചനം ശ്രവിച്ച രാജാവോ സേവകന്മാരോ ഭയപ്പെടുകയോ വസ്ത്രം കീറുകയോ ചെയ്തില്ല. ചുരുൾ കത്തിച്ചു കളയരുതെന്ന് എൽനാഥാനും ദലായായും ഗമാറിയായും അപേക്ഷിച്ചെങ്കിലും അവനത് വകവച്ചില്ല. എഴുത്തുകാരനായ ബാറൂക്കിനെയും പ്രവാചകനായ ജെറമിയായെയും ബന്ധിക്കാൻ രാജാവ് തൻ്റെ പുത്രനായ യറഹ്മേലിനോടും അസ്രിയേലിൻ്റെ മകനായ സെരായായോടും അബ്ദേലിൻ്റെ പുത്രനായ ഷെലമിയായോടും കൽപ്പിച്ചു. എന്നാൽ കർത്താവ് അവരെ ഒളിപ്പിച്ചു. ജെറമിയ പറഞ്ഞുകൊടുത്ത് ബാറൂക്ക് എഴുതിയ ചുരുൾ രാജാവ് കത്തിച്ചതിന് ശേഷം കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, നീ വേറൊരു ചുരുളെടുത്ത് അതിൽ യൂദാ രാജാവായ യഹോയാക്കീം നശിപ്പിച്ച ആദ്യ ചുരുളിൽ ഉണ്ടായിരുന്ന സകലതും എഴുതുക. യൂദാ രാജാവായ യഹോയാക്കീമിനെതിരെ ഇപ്രകാരം പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ആ ചുരുൾ നീ കത്തിച്ചു. ബാബിലോൺ രാജാവ് വന്ന് ഈ ദേശം നശിപ്പിക്കുമെന്നും ഇവിടെ മനുഷ്യരോ മൃഗങ്ങളോ അവശേഷിക്കുകയില്ലെന്നും എന്തിന് അതിലെഴുതിയെന്ന് നീ ചോദിച്ചു. അതിനാൽ യൂദാ രാജാവായ യഹോയാക്കീമിനെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ്റെ സന്തതികളാരും ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കുകയില്ല. അവൻ്റെ മൃതശരീരം പകലത്തെ വെയിലും രാത്രിയിലെ മഞ്ഞുമേറ്റ് വെളിയിൽ കിടക്കും. ഞാൻ അവനെയും അവൻ്റെ സന്താനങ്ങളെയും ദാസന്മാരെയും അവരുടെ അകൃത്യം നിമിത്തം ശിക്ഷിക്കും. അവരും ജെറുസലേം നിവാസികളും യൂദായിലെ ജനങ്ങളും ഞാൻ ശിക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചത് വകവച്ചില്ല. എന്നാൽ അവയെല്ലാം അവരുടെ മേൽ ഞാൻ വരുത്തും. അനന്തരം ജെറമിയ മറ്റൊരു ചുരുളെടുത്ത് നേരിയായുടെ മകനായ ബാറൂക്കിൻ്റെ കയ്യിൽ കൊടുത്ത് യൂദാ രാജാവായ യഹോയാക്കീം കത്തിച്ചു കളഞ്ഞ ചുരുളിലെ എല്ലാ വചനങ്ങളും ജെറമിയ പറഞ്ഞുകൊടുത്ത് അവൻ എഴുതി. ആദ്യത്തേതിന് സദൃശമായ മറ്റു വാക്യങ്ങളും അതിൽ ഉണ്ടായിരുന്നു. Chapter 36. In the 4th year of Jehoiakim, son of Josiah, king of Judah, this word came to Jeremiah from the Lord, Take a scroll and write on it all the words I have spoken to you against Israel, Judah, and all the nations from the day I first spoke to you in the days of Josiah until today. Perhaps when the house of Judah hears all the evil I have in mind to do to them, they will turn back each from his evil way, so that I may forgive their wickedness and their sin. So Jeremiah called Baruch, son of Neriah, who wrote down on a scroll as Jeremiah dictated all the words which the Lord had spoken to him. In the 9th month, in the 5th year of Jehoiakim, son of Josiah, king of Judah, a fast to placate the Lord was proclaimed for all the people of Jerusalem, and all who came from Judah's cities to Jerusalem. Then Jeremiah charged Baruch, I cannot go to the house of the Lord. I am prevented from doing so. Do you go on the fast day and read publicly in the Lord's house the Lord's words from the scroll you wrote at my dictation. Read them also to all the men of Judah who come up from their cities. Perhaps they will lay their supplication before the Lord and will all turn back from their evil way, for great is the fury of anger with which the Lord has threatened this people. Baruch, son of Neriah, did everything the prophet Jeremiah commanded. From the book scroll he read the Lord's words in the Lord's house. It was in the room of Gemariah, son of the scribe Shaphan, in the upper court of the Lord's house, at the entrance of the new temple gate, that Baruch publicly read the words of Jeremiah from his book. Now Micaiah, son of Gemariah, son of Shaphan, heard all the words of the Lord read from the book. So he went down to the king's palace, into the scribe's chamber, where the princes were just then in session. Elishama the scribe, Delaiah son of Shemaiah, Elnathan son of Achbor, Gemariah son of Shaphan, Zedekiah son of Hananiah, and the other princes. To them Micaiah reported all that he had heard Baruch read publicly from his book. Thereupon the princes sent Jehudai son of Nethaniah, son of Shelemiah, son of Cushai, to Baruch with the order, Come and bring with you the scroll you read publicly to the people.
scroll in hand, Baruch son of Neriah went to them. "Sit down," they said to him, "and read it to us." Baruch read it to them, and when they heard all its words, they were frightened, and said to one another, "We must certainly tell the king all these things." Then they asked Baruch, "Tell us, please, how you came to write down all these words." "Jeremiah dictated all these words to me," Baruch answered them, "and I wrote them down with ink in the book." At this the princes said to Baruch, "Go into hiding, you and Jeremiah. Let no one know where you are." Leaving the scroll in safekeeping in the room of Elishama the scribe, they entered the room where the king was. When they told him everything that had happened, he sent Jehudi to fetch the scroll. Jehudi brought it from the room of Elishama the scribe, and read it to the king and to all the princes who were in attendance on the king. Now the king was sitting in his winter house, since it was the 9th month, and fire was burning in a brazier before him. Each time Jehudi finished reading 3 or 4 columns, the king would cut off the piece with a scribe's knife and cast it into the fire in the brazier until the entire roll was consumed in the fire. Hearing all these words did not frighten the king and his ministers, or cause them to rend their garments. And though Elnathan, Delaiah, and Gemariah urged the king not to burn the scroll, he would not listen to them, but commanded Jerahmeel, a royal prince, and Seraiah, son of Azriel, and Shelemiah, son of Abdiel, to arrest Baruch, the secretary, and the prophet Jeremiah. But the Lord kept them concealed. This word of the Lord came to Jeremiah after the king burned the scroll with the text Jeremiah had dictated to Baruch. "Take another scroll, and write on it everything that the first scroll contained, which Jehoiakim king of Judah burned up. And against Jehoiakim king of Judah say this, Thus says the Lord, you burned that scroll, saying, Why did you write on it? Babylon's king shall surely come and lay waste this land and empty it of man and beast. The Lord now says of Jehoiakim king of Judah, No descendant of his shall succeed to David's throne. His corpse shall be cast out, exposed to the heat of day, to the cold of night. I will punish him and his descendants and his ministers for their wickedness. Against them and the citizens of Jerusalem and the men of Judah I will fulfill all the threats of evil which went unheeded." Jeremiah took another scroll and gave it to his secretary Baruch, son of Neriah. He wrote on it at Jeremiah's dictation all the words contained in the book which Jehoiakim king of Judah had burned in the fire, and many others of the same kind in addition.